നമസ്കാരം. ഇത് മൂഴിക്കുളം ശാലയുടെ ഒരു പത്രസമ്മേളനമാണ്. ഫെബ്രുവരി 27, 28 തീയതികളിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ബ്ലാക്ക് ബോക്സ് തിയേറ്ററിൽ കവി സച്ചിദാനന്ദൻ മാഷ് രചിച്ചിട്ടുള്ള നാരായണ ഗുരുവിനെ കുറിച്ചിട്ടുള്ള ഗുരു നാടകത്തിന്റെ അവതരണം നടക്കുന്നുണ്ട്. 27-ാം തീയതി 28-ാം തീയതി വൈകിട്ട് 6:30 അതിൻ്റെ നാടകം അവതരിപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പത്രസമ്മേളനമാണ്. അപ്പോൾ കേരളം നവോത്ഥാനത്തിൽ നിന്ന് വളരെ പുറകോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ നാടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സച്ചിദാനന്ദൻ മാഷ് ആ രീതിയിലാണ് ഈ നാടകം രചിച്ചിട്ടുള്ളത്. പുതിയ ഒരു ഗുരു കേരളത്തിന് ആവശ്യമാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നാടകം സംവിധാനം ചെയ്യുന്നത് ഡോക്ടർ എൻ പ്രദീപനാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ബിരുദാനന്തര ബിരുദമെടുത്ത് ഡോക്ടറേറ്റ് നേടിയ ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള നാടക സംവിധായകനാണ്. ഇത് മൂഴിക്കുളം ശാല കേന്ദ്രീകരിച്ചിട്ടുള്ള നാട്ടിലുള്ള 10 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള അമേച്ചറായിട്ടുള്ള നാടക കലാകാരന്മാർ രംഗത്ത് വരുന്ന നാടകമാണ്. പുറമെ ചില സുഹൃത്തുക്കളും ഈ നാടകവുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഈ നാടകത്തിന്റെ ആദ്യ അവതരണം ഒക്ടോബർ 7-ാം തീയതി മൂഴിക്കുളം ശാലയുടെ ലോക്കലീസ് അവർ ഫ്യൂച്ചർ ഫെസ്റ്റിവലിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ അവതരണം നടന്നത് എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹോളിൽ ഡിസംബർ 12-ാം തീയതി നമ്മൾ ഈ നാടകം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3ഉം 4ഉം അവതരണങ്ങളാണ് സംഗീത നാടക അക്കാദമിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത് കേരള സംഗീത നാടക അക്കാദമിയുടെയും വയല വാസുദേവൻ പിള്ള ട്രസ്റ്റിൻ്റെയും സാഹിതി ലിറ്റററി ഫോറത്തിൻ്റെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. ഈ നാടകം ആദ്യ ദിനത്തിൽ സച്ചിദാനന്ദൻ മാഷും തൃശ്ശൂർ സാംസ്കാരിക നഗരത്തിലെ പ്രമുഖരും ഉൾപ്പെടുന്ന ഒരു ഉദ്ഘാടന സമ്മേളനം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ നാടകത്തെ കുറിച്ച് ചുരുക്കി പറയാനുള്ളത്. ഇനി ഈ നാടകവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ഡോക്ടർ എൻ പ്രദീപ് സംസാരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് ഈ നാടകത്തിന്റെ ബ്രോഷർ. അതുപോലെ സച്ചിദാനന്ദ മാഷ് എഴുതിയ നാടകത്തിന്റെ പുസ്തകം DC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ നാടകത്തിന്റെ ആമുഖത്തിൽ സച്ചിദാനന്ദ മാഷ് പറയുന്നത് ഇത് വായിച്ച് ആസ്വദിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു നാടകമാണെന്നാണ്. പക്ഷെ സന്ദർഭവശാൽ ഈ നാടകം ദേശാഭിമാനി വീക്കിലിയിൽ 3 ലക്കങ്ങളായിട്ട് അച്ചടിച്ച് 3ാമത്തെ ലക്കം വരുമ്പോൾ 3ാമത്തെ ലക്കത്തിനൊപ്പം നാടകം അതിന്റെ ആദ്യ അവതരണം നടക്കുകയാണ്. നാടകം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതിന് വളരെ മുമ്പ് തന്നെ DC ഇത് കൊടുത്തിരുന്നതുമാണ്. പക്ഷെ നമ്മളുടെ അവതരണത്തിന് ശേഷമാണ് DC ഇത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം മുൻകാലങ്ങളിൽ വായിച്ച് ആസ്വദിക്കാനുള്ള നാടകം, അതുപോലെ അവതരിപ്പിക്കാനുള്ള നാടകം എന്നുള്ള കാറ്റഗറി ഉണ്ടായിരുന്നു. പക്ഷെ നാടകവേദി പഠനം, രംഗവേദി പഠനം വികസിച്ചു വന്നപ്പോൾ, പ്രത്യേകിച്ച് സ്കൂൾ ഓഫ് ഡ്രാമ പോലെയുള്ള സ്ഥാപനങ്ങൾ ദേശീയാടിസ്ഥാനത്തിൽ ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയും അതുപോലെ തൃശ്ശൂർ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഏത് വായിക്കാനുള്ള നാടകത്തെയും നമുക്ക് രംഗത്ത് അവതരിപ്പിക്കാനുള്ള രംഗബോധം വികസിച്ചു. ആ ഒരു പശ്ചാത്തലത്തിലാണ് മാഷ് എഴുതിയ നാടകത്തെ നമുക്ക് അവതരണക്ഷമമാകുന്നത്. അപ്പോൾ ഇത് സാധാരണ ഒരു പ്രൊഫഷണൽ കൊമേഴ്സ്യൽ നാടകങ്ങളോ ആ ചിട്ടവട്ടങ്ങളിലുള്ള ഒരു നാടകമല്ല. രംഗവേദിയെ കുറിച്ചുള്ള എൻ്റെ ഒരു നാളിതുവരെയുള്ള പഠന അന്വേഷണങ്ങളും രംഗവേദിയുടെ ഒരു വികാസ സാധ്യതയും അതേസമയം മൂഴിക്കുളം ശാല പോലെയുള്ള ഒരു സാംസ്കാരിക ഒരു സമീപനം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് ചേരുന്ന വിധത്തിലുള്ള ഒരു അവതരണമാണ്. തീർച്ചയായിട്ടും ഇവിടെ TR പ്രേംകുമാർ പറഞ്ഞതുപോലെ ഇത് നവോത്ഥാനം പിന്നടത്തത്തിന്റെ ഈ കാലത്ത് ഗുരുവിനെ യഥാർത്ഥത്തിൽ മലയാളത്തിൽ അവതരിപ്പിക്കാനായിട്ടാണ് സച്ചിദാനന്ദ മാഷ് ശ്രമിച്ചത്.
ഈ നാടകം ഒരുപക്ഷെ ഗുരു അന്തരിച്ച് 100 വർഷം തികയാൻ പോകുന്നു. 2028 ആകുമ്പോൾ അതിന്റെ ചരമശതാബ്ദി വർഷമാണ്. പക്ഷെ ഗുരുവിനെ കുറിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തക രൂപത്തിൽ നാടകം വരുന്നത്. അതിന് ഇതിനിടയിൽ നാടകക്കാരുമായിട്ടുള്ള ചർച്ചയിലൂടെ പലരും ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പ്രൊഫഷണൽ കൊമേഴ്സ്യൽ നാടകങ്ങളുടെ രൂപത്തിലൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ലിഖിത രൂപത്തിൽ ഒരു ഗ്രന്ഥപാഠമായിട്ട് ഇങ്ങനെ അച്ചടിച്ചിട്ടില്ല. അതുപോലെ ഒരു ആധികാരികമായ ഒരു നാടകം എന്ന നിലയിൽ അതിന്റെ രംഗാവതരണങ്ങൾ വ്യാപകമായിട്ട് നടന്നിട്ടില്ല. പക്ഷെ നമ്മള് അതിന്റെ ചരമശതാബ്ദി വർഷത്തിൽ ചരമശതാബ്ദി ആചരണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു ദൗത്യമല്ല. ഒരു നാടക പ്രവർത്തനം എന്ന നിലയിൽ ഒരു നല്ല നാടകം കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ സച്ചിദാനന്ദ മാഷ് സന്ദർഭവശാൽ എഴുതിയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വരികയാണ് ചെയ്തത്. ഇപ്പോ ഗുരുവിന്റെ ചരമശതാബ്ദി ആചരണം പ്രസിഡന്റ് ശിവഗിരിയിൽ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗുരുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് ഇതുപോലെയുള്ള നാടകങ്ങളും സംവാദങ്ങളും ശരിയായ രീതിയിലുള്ള ഗുരുവിനെ മനസ്സിലാക്കാൻ കേരള സമൂഹത്തിന് ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അന്നേരം ഗുരു ഒരു പ്രഹേളികയാണ്. ഗുരുവിനെ ശരിയായ അർത്ഥത്തിൽ ഇനിയും മലയാളികൾ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ ഒരു എഴുത്തുകാരൻ ഇപ്പൊ സച്ചിദാനന്ദ മാഷ് തീർച്ചയായിട്ടും സച്ചിദാനന്ദ മാഷിന്റെ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കാം ആലോചിക്കുന്നത്. പക്ഷെ എത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഗുരുവിനെ ആവാഹിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്ന് തീർച്ചയായിട്ടും നാടകം കണ്ട് വിലയിരുത്തേണ്ടതുണ്ട്, നാടകം വായിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. ചിലരൊക്കെ നാടകം കാണുകയോ വായിക്കാതെയോ നാടകം ഇങ്ങനെ ആയിരിക്കും എന്ന് അങ്ങനെയും വിലയിരുത്തുന്ന ഒരു സമീപനമുണ്ട്. അതല്ല വേണ്ടത്. ഗുരുവിനെ ശരിയായിട്ട് മനസ്സിലാക്കണം. എന്തായാലും ഇവിടെ പറഞ്ഞതുപോലെ 20ഓളം പേര് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഗുരുവിനെ നമ്മൾ അവതരിപ്പിക്കുന്നത് ഗുരുവിന്റെ വ്യത്യസ്ത പ്രായം, കാലഘട്ടം, ഇത് 4 പേര് ചേർന്നാണ് അവതരിപ്പിക്കുന്നത്. ഗുരുവിന്റെ ബാല്യം, കൗമാരം, യൗവനം, അതുപോലെ വാർദ്ധക്യം, ഈ വിവിധ കാലഘട്ടങ്ങളെ 4 പേരാണ് ചേർന്ന് അവതരിപ്പിക്കുന്നത്. ഗുരുവിന്റെ വാർദ്ധക്യകാലം അവതരിപ്പിക്കുന്ന നടൻ VDD നമ്പ്യാർ ഈ ഗുരുവിന്റെ അതിനോട് വളരെയധികം രൂപസാദൃശ്യം ഉള്ളതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഗുരുവിന്റെ ആശയങ്ങളെ കൂടുതൽ ആഴത്തിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് കഥാപാത്രത്തെ ഗുരുവിനോട് കൂടുതൽ സിമിലർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അതുപോലെ തന്നെ ഇതിന്റെ രംഗം ഒരുക്കുന്നതിലുമൊക്കെ വിവിധ രംഗ സ്ഥലങ്ങളിലാണ് സംഭവ സ്ഥലങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ പണ്ട് കാലത്തൊക്കെ നമ്മൾ കർട്ടനും കട്ടൗട്ടറുകളൊക്കെ വൻതോതിൽ ഉപയോഗിക്കും. അത്തരം വലിയ രംഗബാഹുല്യങ്ങളൊന്നും ഇല്ലാതെ ചില തലങ്ങളുടെയും ഒക്കെ ഉപയോഗത്തിലൂടെയാണ് നമ്മൾ അഭിനേതാക്കളുടെ അഭിനയ ശേഷി കൊണ്ടാണ് ഈ രംഗസ്ഥലങ്ങളൊക്കെ അത് ധ്വനിപ്പിക്കുന്നത്. അത് രംഗത്ത് ആളുകൾക്കത് മനസ്സിലാക്കുന്ന വിധത്തിലേക്ക് ആവിഷ്കരിക്കുന്നു. അങ്ങനെ കലാപരമായ ചില ഘടകങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഗുരുവിന്റെ ഒരു ദീർഘകാലത്തെ ഗുരുവിന്റെ സംഭവപരമായ ജീവിതത്തെ അരങ്ങിൽ അവതരിപ്പിക്കുന്നത്. ജർമ്മൻ നാടകകൃത്ത് ബെർട്ടോൾഡ് ബ്രഹത്ത് എന്നൊക്കെ പറയുന്ന നാടകക്കാരന്റെ സങ്കല്പങ്ങളൊക്കെ സച്ചിദാനന്ദ മാഷിന്റെ രചനയിലും അവതരണ സങ്കല്പത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിന്റെ രംഗസജ്ജീകരണമൊക്കെ സജസ്റ്റീവായിട്ട് രംഗസൂചനകളാണ്. രംഗം ഒരു റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥമെന്ന് തോന്നുന്ന വിധത്തിലല്ല, അതിന്റെ രംഗസൂചനകൾ മാത്രമാണ്. മറിച്ച് ഗുരുവിന്റെ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ കലാപരമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് കൂടുതൽ ജനങ്ങളിലേക്ക്, കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഈ നാടകം എത്താൻ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വേണം. 2 മണിക്കൂർ 2 മണിക്കൂറുണ്ടാവും. ശാലയിലും ഉണ്ട്, പുറമേ നിന്ന് 3-4 പേരും സഹകരിക്കുന്നുണ്ട്. അത് അവിടെ തന്നെ വർഷങ്ങളായിട്ട് നാടകത്തിൽ അവതരിപ്പിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു നാടക കൂട്ടായ്മ. അത് ഈ നാടകത്തിന് വേണ്ടിയിട്ട് അവരെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു ദേശം ഒരു നാടകം കളിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. 10 വയസ്സ് മുതൽ 10 വയസ്സുള്ള ഒരു 4 കുട്ടികൾ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ 80 വയസ്സുള്ള ആൾക്കാർ, 66-70 വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. ശാലയില് പ്രൊഫഷണൽ അല്ല. ശാലയിൽ എല്ലാ വെക്കേഷനും കുട്ടികൾക്ക് വേണ്ടി, സമ്മർ വെക്കേഷന് കുട്ടികൾക്ക് വേണ്ടി നാടക ശില്പശാലകൾ നടത്താറുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിപുലീകൃതമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ സംരംഭം വരുന്നത്. മൂലശാലയുടെ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഈ നാടകത്തെ നമ്മൾ സമീപിച്ചിട്ടുള്ളത്. ഇപ്പൊ സച്ചിദാനന്ദ മാഷിന്റെ പുതിയ ആത്മകഥ അവിരാമം ഇറങ്ങിയിട്ടുണ്ട്.
ആ അവിരാമത്തിൽ ഈ നാടകത്തിന്റെ 2 അവതരണങ്ങളെ കുറിച്ച് അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. ഒരു 2 ആഴ്ചയേ ഉള്ളൂ ആ പുസ്തകം അത് ഇറങ്ങിയിട്ട്. എന്റെ നമ്പറാണ് മൂഴിക്കുളംശാലയുടെ. എന്റെ പേര് പ്രേംകുമാർ. മൂഴിക്കുളംശാല എന്ന് പറഞ്ഞ ഒരു പ്രകൃതി സൗഹൃദ കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ്. ഒരു കഴിയുന്നത്ര പ്രകൃതിയോട് ഇണങ്ങി എങ്ങനെ ജീവിക്കാം എന്നുള്ളതിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെന്റർ ആണ്. 2 ഏക്കർ 40 സെന്റിലായിട്ട് 52 വീടുകളുണ്ട്. അതിൽ 23 എണ്ണം 4 കെട്ടുകളാണ്, 29 എണ്ണം ഒറ്റമുറി വീടുകളാണ്. 4 കെട്ടുകളൊക്കെ 5 സെന്റിലാണ്, ഒറ്റമുറി വീടുകളൊക്കെ 1 സെന്റിലാണ്. ലാറി ബേക്കർ മോഡൽ നിർമ്മിതിയാണ്. അപ്സ്റ്റെയറുകളില്ല, പടിപ്പുരയ്ക്ക് വാതിലില്ല, വാച്ച്മാൻ ഇല്ല, CCTV ക്യാമറ ഇല്ല. റോഡുകൾ മൺപാതകളാണ്. രാസവളം, കീടനാശിനി, കളനാശിനി ഉപയോഗിക്കാത്ത ഒരിടമാണ്. കരിയില കത്തിക്കാറില്ല. അങ്ങനെ കഴിയുന്നത്ര പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുന്ന 10-70 മനുഷ്യർ താമസിക്കുന്ന ഒരു ഇടമാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് തന്നെ മറ്റൊരു ലോകം, മറ്റൊരു ജീവിതം സാധ്യമാണ് എന്ന് പറയുന്ന ഒരിടമാണ്. അതിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇത്തരം കാര്യങ്ങളിൽ മൂഴിക്കുളംശാല ഇടപെടുന്നത്.